ഹായ് മക്കളെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് അടുത്ത ദിവസം ഇംഗ്ലീഷ് ആണ് പരീക്ഷ വരുന്നത് അല്ലേ? അപ്പൊ അതാ ടീച്ചർ നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം അല്ലെ? അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, അപ്പം നിങ്ങൾക്ക് നാളെ നടക്കാനിരിക്കുന്ന ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വരുന്ന ചില ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ടീച്ചർ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ മക്കൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ട് തന്നെയുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് മക്കളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് തരും, ഒരു പിക്ചർ തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ ഒരു പിക്ചറിൽ ചിലപ്പം നിറം നൽകാനായിരിക്കും പറയണ്ടായിരിക്കാം. അല്ലെങ്കിൽ മക്കളെടുത്ത് പറയുന്നത് ചിലപ്പോൾ അതൊരു ഡോട്ടഡ് പിക്ചർ ആയിട്ട്, അതായത് കുത്ത് ഇട്ടിട്ടുള്ള ഒരു പിക്ചർ ആയിരിക്കും തരണ്ടായിരിക്കാം. ആ ഒരു പിക്ചർ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന് നിറം നൽകാനായിട്ട് പറയും. അത് ടീച്ചർ മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അല്ലെ, അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏത് ചിത്രമാണോ തന്നത് അത് വരച്ച് മക്കൾ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിന് യോജിക്കുന്ന രീതിയിലുള്ള കളർ കൂടി മക്കൾ എന്ത് ചെയ്യുക, കൊടുക്കണം കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കളർ പെൻസിൽ നിർബന്ധമായിട്ടും കയ്യിൽ കരുതുക കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഒരു പ്രവർത്തനം എന്ന് പറയുന്ന ഒരു ചിത്രം വരയ്ക്കാനോ നിറം നൽകാനോ ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ മക്കൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടീച്ചർ ഇവിടെ കുറച്ച് വാഹനങ്ങളുടെയൊക്കെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഇത്രയും വാഹനങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഇതിന്റെയൊക്കെ സ്പെല്ലിംഗ് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ചിലപ്പോൾ മക്കൾക്ക് വാഹനങ്ങളുടെ പേരും അതുപോലെ തന്നെ അവയുടെ ചിത്രങ്ങളും തരും. എന്നിട്ട് ഓരോ ചിത്രവും നോക്കിയിട്ട് അതിന്റെ പേര് ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് അതിലോട്ട് മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ഓരോ വാഹനത്തിന്റെ പേരും മക്കള് വായിക്കാനും എഴുതാനൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. നോക്കിയ മക്കളെ, ഇവിടെ കാറ്, അതുപോലെ ജീപ്പ്, ബസ്, വാൻ, ലോറി, ട്രെയിന്, പിന്നെ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്, സ്കൂട്ടർ, ബൈസിക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വാഹനങ്ങളുടെ പേരുകൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ആ വാഹനങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് മക്കള് എഴുതാനും വായിക്കാനും ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കൾക്ക് എന്ത് വരും, ചോദ്യങ്ങൾ വരും കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിന്ന് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് കേട്ടോ. അതായത് സംഭാഷണം പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു ചോദ്യം വരും. അപ്പൊ സംഭാഷണം ഒന്ന് കേൾക്കുന്ന സമയത്ത് മക്കൾ പേടിക്കൊന്നും വേണ്ട. മക്കൾക്ക് അറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വെച്ച് എഴുതാവുന്ന സംഭാഷണം മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ. മിക്കവാറും നിങ്ങൾക്ക് വരുന്ന ഒരു സംഭാഷണം എന്ന് പറയുന്നത് വാഹനങ്ങൾ തമ്മിൽ, വെഹിക്കിൾസ് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. മക്കളെ, ടീച്ചർ ഇവിടെ 2 വാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ് മക്കളെ, എയറോപ്ലെയിൻ ആയിട്ട് തോന്നുന്നുണ്ടോ? അപ്പൊ അത് വിചാരിക്കാം കേട്ടോ, എയറോപ്ലെയിൻ ആണ്. അതുപോലെ തന്നെ ടീച്ചർ മറ്റൊരു വെഹിക്കിൾ കൂടി കൊടുത്തിട്ടുണ്ട്. ഏതാണ്, ഒരു കാറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു സംഭാഷണം പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മക്കള് എന്ത് ചെയ്താൽ മതി, ഈ ഓരോ വാഹനത്തിനും എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങളില്ല എന്നുള്ള കാര്യങ്ങൾ മാത്രം മക്കള് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇവിടെ നോക്കിക്കേ മക്കളെ, ഇവിടെ നമ്മുടെ ആരുണ്ട്, എയറോപ്ലെയിൻ ഉണ്ട് അല്ലെ? അപ്പൊ എയറോപ്ലെയിൻ എന്ത് പറഞ്ഞു നോക്കിക്കേ, ഐ ഹാവ് വിങ്സ്. ഐ ഹാവ് വിങ്സ് അല്ലെ, എനിക്ക് എന്തുണ്ട്, ചിറകുകൾ ഉണ്ട് അല്ലെ? ഐ ഹാവ് വിങ്സ് എന്ന് പറഞ്ഞു. പക്ഷെ കാറിന് ആ ഡയലോഗ് പറയാനായിട്ട് പറ്റുമോ? ഇനി കാറെന്നിരിക്കട്ടെ, ലോറി ആണെങ്കിലും വാൻ ആണെങ്കിലും ബസ് ആണെങ്കിലും ആ ഒരു ഡയലോഗ് പറയാൻ പറ്റുമോ? ഐ ഹാവ് വിങ്സ് എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് ചിറകുകൾ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ? ആർക്കേ ചിറകുള്ളൂ? നമ്മുടെ എയറോപ്ലെയിന് മാത്രമേ ചിറകുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് എഴുതിയിട്ടുള്ളത്, ഐ ഹാവ് വിങ്സ് എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി ഈ ഒരു സെന്റൻസ് പഠിച്ചാൽ തന്നെ ഇത് നിങ്ങൾക്ക് കാറിലും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. എങ്ങനെ? അവിടെ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. അതായത് നോക്കിക്കേ മക്കളെ, I have no wings. I have no wings. എനിക്ക് എന്തില്ല, എനിക്ക് ചിറകില്ല എന്ന് വേണമെങ്കിൽ ആർക്ക് പറയാം, കാറിന് പറയാം അല്ലെ? എയറോപ്ലെയിൻ പറഞ്ഞു എനിക്ക് ചിറകുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കാറിന് എന്ത് തിരിച്ചു പറയാം, എനിക്ക് ചിറകില്ല എന്ന് പറയാം അല്ലെ? അപ്പൊ ഈ ഒരു സെന്റൻസ് പഠിച്ചാൽ തന്നെ മക്കൾക്ക് അത് എവിടെ വേണമെങ്കിലും എഴുതാനായിട്ട് പറ്റൂ കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ വിമാനം എന്താ പറഞ്ഞു നോക്കിക്കേ, ഐ ഹാവ് നോ ഹോൺ. ഐ ഹാവ് നോ ഹോൺ. എനിക്ക് എന്തില്ല, ഹോൺ ഇല്ല എന്ന് പറഞ്ഞു അല്ലേ? പക്ഷെ നമ്മുടെ കാറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കാറിന് ഹോൺ ഉണ്ടോ? ഹോൺ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ കാറിന് എന്ത് പറയാം, ഐ ഹാവ് ഹോൺ എന്ന് പറയാം അല്ലേ? നോക്കിക്കേ മക്കളെ, ഐ ഹാവ് ഹോൺ, ഐ ഹാവ് നോ വിങ്സ്. എനിക്ക് ഹോൺ ഉണ്ട് പക്ഷെ എനിക്ക് എന്തില്ല,
വിങ്സ് ഇല്ല അല്ലെ. അപ്പൊ ഇതേ രീതിയിൽ മക്കൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, സംഭാഷണം വരികയാണെങ്കിൽ എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനിയിപ്പം ഈ കാറിന്റെ കാര്യമായാലും വിമാനത്തിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് പറയാവുന്ന മറ്റൊരു കാര്യം ഉണ്ടല്ലോ, ഈ രണ്ട് വാഹനങ്ങളിലും എന്തുണ്ട്, സീറ്റ് ഉണ്ടോ, സീറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ വിമാനത്തിന് എന്ത് പറയാം, ഐ ഹാവ് സീറ്റ് എന്ന് പറയാം അല്ലെ, ഐ ഹാവ് സീറ്റ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ കാറിനും എന്ത് പറയാം, ഐ ഹാവ് സീറ്റ്സ് എന്ന് പറയാം അല്ലെ. പിന്നെ നമ്മുടെ കാറിന് എന്ത് പറയും, ഐ ഹാവ് മിറർ, ഐ ഹാവ് ടയർ എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഇത്തരത്തിൽ ഒരു കോൺവെർസേഷൻ വരികയാണെങ്കിൽ അത് മക്കൾക്ക് ഭംഗിയായിട്ട് എഴുതാനായിട്ട് പറ്റണമെങ്കിൽ ഓരോ വാഹനത്തിന്റെയും പാർട്ടികളുടെ പേരുകളൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവാട്ടോ. മിറർ, അതുപോലെ സീറ്റ്, ഹോണ്, വിങ്സ്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം മക്കളൊന്ന് ഓർത്ത് വെച്ചിട്ട് പോവാട്ടോ. അപ്പൊ അത് വരെ ഇനിയിപ്പോ ഇങ്ങനെ കോൺവെർസേഷൻ അല്ലാതെ ഫിൽ ഇൻ ദി ബ്ലാങ്ക് ആയിട്ടോ അങ്ങനെ എന്ത് രീതിയിൽ വരികയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ഉൾപ്പെടുത്തി എഴുതാവുന്നതാണ് കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, പിന്നെ മക്കൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ കുറച്ച് ഫ്രൂട്ട്സിന്റെ പേരൊക്കെ ടീച്ചർ കൊടുത്തിട്ടുണ്ട്. മാംഗോ, ആപ്പിൾ, ഗ്രേപ്സ്, ബനാന, അതുപോലെ തന്നെ ഓറഞ്ച് അല്ലെ. ഇത്തരത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ പരിചയപ്പെടുന്നില്ലേ. അപ്പൊ ആ ഫ്രൂട്ട്സിന്റെ പേരുകളൊക്കെ ഒന്ന് മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. ചിത്രം തരികയാണെങ്കിൽ മക്കൾക്ക് അതിന്റെ പേര് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് എഴുതാനോ അല്ലെങ്കിൽ മാച്ച് ചെയ്യാനോ ഒക്കെ മക്കൾക്ക് പറ്റണം കേട്ടോ. അത്തരത്തിൽ നമുക്ക് പ്രവർത്തനം വരും. ചിത്രവും അതുപോലെ തന്നെ പേരും തന്നിട്ട് മാച്ച് ചെയ്യാനുള്ള രീതിയിൽ മക്കൾക്ക് പ്രവർത്തനം വരും കേട്ടോ. അപ്പൊ മാംഗോ എന്ന് പറഞ്ഞാൽ, ഗ്രേപ്സ് എന്ന് പറഞ്ഞാൽ, ആപ്പിൾ എന്ന് പറഞ്ഞാൽ, ബനാന എന്ന് പറഞ്ഞാലൊക്കെ ഏത് ഫ്രൂട്ടാ എന്നുള്ളത് മക്കളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക കേട്ടോ. മാംഗോ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, മാങ്ങയാണ് അല്ലെ. ഗ്രേപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മുന്തിരിക്കാണ് നമ്മൾ ഗ്രേപ്സ് എന്ന് പറയാ അല്ലെ. പിന്നെ അതുപോലെ ഉണ്ട് ബനാന ഉണ്ട് അല്ലെ. ബനാന എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, പഴത്തിനാണ് ബനാന എന്ന് പറയാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ മക്കള് കുറച്ച് ഫ്രൂട്ട്സിന്റെ പേരുകളൊക്കെ മക്കൾ എന്ത് ചെയ്യാ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ മക്കൾക്ക് വരുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് കേട്ടോ. അപ്പൊ ഡിസ്ക്രിപ്ഷൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഒരു സാധ്യത എന്ന് പറയുന്നത്, നമ്മൾ പാരറ്റിനെ കുറിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒരു പാരറ്റിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ മക്കൾക്ക് ചോദിക്കാനുള്ള ഒരു സാധ്യത, ഏതെങ്കിലും ഒരു വെഹിക്കിളിന്റെ പിക്ചർ തരും. ഇപ്പൊ കാറോ ബസ്സോ അങ്ങനെ ഏതെങ്കിലും ഒരു വെഹിക്കിളിന്റെ പിക്ചർ തരും. എന്നിട്ട് ആ ഒരു വെഹിക്കിളിന്റെ ആ ഒരു പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനായിട്ട് പറയും. അപ്പം ഒരു വെഹിക്കിൾ തന്നിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനായിട്ട് പറയുകയാണെങ്കിൽ ടീച്ചർ നേരത്തെ പഠിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളില്ലേ അതൊക്കെ എഴുതിയാൽ മതിയില്ലേ. ഇപ്പൊ ഒരു ബസ് ഇതിന് തരികയാണ്, ബസ്സിന് തരികയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ബസ് എന്തൊക്കെ കാര്യങ്ങൾ പറയും, ഐ ഹാവ് ഹോൺ, ഐ ഹാവ് മിറേഴ്സ് അല്ലെ, ഐ ഹാവ് സീറ്റ്സ്, പിന്നെ എന്ത് പറയാം, ഐ ഹാവ് നോ വിങ്സ് എന്ന് പറയാല്ലേ, എനിക്ക് എന്തില്ല, ചിറകുകൾ ഇല്ല അല്ലെ. ഐ ഹാവ് ടയേഴ്സ് അല്ലെ. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എഴുതാനായിട്ട് പറ്റും അല്ലെ. വാഹനങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അപ്പൊ മക്കൾ അവിടെ എന്ത് മാത്രം പഠിച്ചാൽ മതി, ഓരോ വാഹനങ്ങളുടെയും പാർട്ടികളുടെ പേരുകൾ മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്ക്രിപ്ഷൻ ആയാലും ഇതേ രീതിയിൽ കോൺവെർസേഷൻ വരികയാണെങ്കിൽ മക്കൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പാരറ്റിന്റെ കാര്യത്തിലോട്ട് വരികയാണ്. പാരറ്റിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം, അതിന്റെ കളർ തന്നെ എന്താണ്, ഗ്രീൻ കളർ ആണ് അല്ലെ. അപ്പൊ അത് നമുക്ക് എന്ത് പറയാം, ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് അല്ലെ. പിന്നെ അതിന് എന്തുണ്ട്, ബീക്ക് ഉണ്ട് അല്ലെ, ചുണ്ടുണ്ട് അല്ലെ, അതിന് കൊക്കുണ്ട്. അപ്പൊ എന്ത് പറയാം, ഐ ഹാവ് ബീക്ക് എന്ന് പറയാം അല്ലെ. പിന്നെ എന്തുണ്ട്, ഐ ഹാവ് വിങ്സ് അല്ലെ, വിങ്സ് ഉണ്ടെന്ന് പറയാം. പിന്നെ എന്ത് പറയാം, ഐ ഹാവ് റെഡ് റിങ് അല്ലെ, എന്തുണ്ട്, ഒരു റെഡ് റിങ് ഉണ്ടാവില്ലേ, ഒരു ചുവന്ന നിറത്തിലുള്ള റിങ് പോലെയുള്ള സാധനം നമ്മുടെ പാരറ്റിന്റെ കഴുത്തിൽ ഉണ്ടാവില്ലേ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പാരറ്റിനെ കുറിച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ മക്കൾ അവിടെ പഠിക്കേണ്ട കുറച്ച് വേർഡ്സ് എന്ന് പറയുന്നത്, വിങ്സ് സ്പെല്ലിങ് പഠിക്കുക, അതുപോലെ തന്നെ ലെഗ് അല്ലെ, നമ്മുടെ കാല്, ലെഗിന്റെ സ്പെല്ലിങ് പഠിക്കുക. അതുപോലെ തന്നെ ബീക്ക് അല്ലെ, അതിന്റെ കൊക്കിന്റെ പേര്, ബീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, കൊക്കാണ് അല്ലെ. അപ്പൊ ബീക്കിന്റെ സ്പെല്ലിങ് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ റെഡ് കളർ, റെഡ് പഠിക്കുക. അതുപോലെ തന്നെ ഗ്രീന്, ഈ ഒരു കളറിന്റെ ഒക്കെ സ്പെല്ലിങ് മക്കൾ എന്ത് ചെയ്യാവുന്ന ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ അത്രയും വേർഡ്സ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ തന്നെ മക്കൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു പാരറ്റിനെ കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മക്കൾ പ്രധാനമായിട്ടും നിങ്ങൾ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവുക. അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം കഴിഞ്ഞ ശേഷം എക്സാം ഈസി ആയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.